എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോയിഡ് ഇൻവെർട്ടർ AC ഒരു PCB ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് P4 എററുമായിട്ടാണ് നമുക്കിവിടെ റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് ഇതിൻ്റെ ഔട്ട്ഡോർ കംപ്രസർ എടുക്കാൻ നേരത്ത് ഇതിനകത്തുള്ള ഔട്ട്ഡോറിനകത്തുള്ള LED ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് മൊത്തം ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു എറർ വരുന്നതെന്ന് കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ എന്താണ് ഇതിനകത്തുള്ള ആ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ എറർ കോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എറർ കോഡ് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്രയും സമയത്തെ വീഡിയോസുകൾ ഞാൻ കട്ട് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇൻഡോറിനകത്തുള്ള ഡിസ്പ്ലേയിൽ P4 എറർ വരണമെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറിൽ 3 പ്രാവശ്യമെങ്കിലും നമുക്ക് കംപ്രസർ എടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡോർ PCBക്കകത്ത് ആ ഒരു എറർ കോഡ് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഡോറിനകത്ത് ഫാൻ മോട്ടർ AC ഫാൻ മോട്ടറാണ് PGയിൽ വരുന്നത്, അത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് വർക്കിങ്ങിൽ കിടക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കംപ്രസർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോറിൽ ആ LED കത്തുന്നത് നോർമലായിട്ടാണ് കത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഇൻഡോറിനകത്ത് വരുന്ന ഈ ഓൺ ബോർഡിലുള്ള ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് അടിച്ച് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യണം. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത സമയത്ത് കംപ്രസർ ചെറിയൊരു സൗണ്ട് കേട്ടിട്ട് LED ലൈറ്റ് നല്ല സ്പീഡിന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതേ കണക്ക് ഒരു 3 ടൈം കംപ്രസർ എടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തും. അതിനുശേഷം മാത്രമേ നമുക്ക് ഇൻഡോർ ഡിസ്പ്ലേയിൽ ആ P4 എന്നുള്ള ആ ഒരു എറർ ഈ മോഡലിൽ നിന്ന് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ എറർ നമുക്ക് കാണണം. അപ്പോൾ ആ എറർ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, ആ LED നോർമലായിട്ട് ബ്ലിങ്ക് ആയി തുടങ്ങി. ഇനി അടുത്തതായിട്ടും ഇത് കണക്ക് എടുത്ത് കംപ്രസർ എടുക്കാൻ നേരത്ത് ആ എറർ വന്നിട്ട് LED വീണ്ടും സ്പീഡിന് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ സെക്കൻഡ് ടൈമിൽ നമ്മൾ കംപ്രസർ എടുക്കാനുള്ള അറ്റംപ്റ്റ് കഴിഞ്ഞു. കംപ്രസർ നല്ല രീതിയിലൊരു മൂളക്കം കയറിയിട്ട് സെക്കൻഡ് ടൈമിൽ തന്നെ നമുക്കിപ്പോൾ ആ P4 എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ചെക്ക് ചെയ്ത കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ IPM ആണ് കംപ്ലൈൻറ്റ്. IPM നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നോർമലാണ്. IPMൻ്റെ ലോ സൈഡ് ചെക്ക് ചെയ്തു, അത് നോർമലാണ്. IPMൻ്റെ ഹൈ സൈഡ് ചെക്ക് ചെയ്തു, അത് നോർമലാണ്. പിന്നെ UVWൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, അതെല്ലാം നോർമലാണ്. അപ്പോൾ ഇതെല്ലാം നോർമലാണെങ്കിലും പക്ഷേ IPMൻ്റെ അകത്ത് ഇൻറ്റേർണലി അതിനകത്ത് ഡാമേജസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് കംപ്രസർ കറക്റ്റായിട്ട് അത് എടുക്കാത്തത്. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ IPM റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന IPM ഇതാണ്. ഇത് FNA ഫെയർ ചൈൽഡിൻ്റെ IPM ആണ്. FNA 41560B2 എന്നുള്ള ഈ ഒരു IPM ആണ്. ഇത് നമ്മുടെ പുതിയൊരു IPM നമുക്ക് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കുള്ള IPM ആണ്. അപ്പോൾ ഈ ഒരു IPM നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഈ കംപ്രസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ ഈ എങ്ങനെയാണ് ഇതിൻ്റെ IPM കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ IPM എങ്ങനെയൊക്കെ ചെക്കിങ് ചെയ്യുന്ന ആ ഒരു ഇത് കാണിക്കാത്തത്. ഇതിന് മുന്നേ ഉള്ള ഒരുപാട് വീഡിയോസുകളിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഫുള്ള് വോൾട്ടേജ് ഡിസ്ചാർജ് ആയതിനു ശേഷം ഞാൻ ഈ IPM ഇളക്കി മാറ്റിയിട്ട് ഈ ഒരു IPM ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ബോർഡിൻ്റെ വോൾട്ടേജ് ഫുള്ള് ഡിസ്ചാർജ് ആവണം. ബോർഡിൻ്റെ ആ ഒരു വോൾട്ടേജ് എല്ലാം ഫുള്ള് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഈ IPM പോയെന്നുള്ള കാര്യത്തിൽ കൺഫേം ആയതുകൊണ്ടിട്ട് ഞാൻ ഈ IPM കട്ട് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ IPM ഞാൻ ഇതിനകത്തുനിന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ലെഗിൻ്റെ ഹോളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു IPM ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഹോളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ IPM ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി IPM നമ്മൾ സോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഹീറ്റ് സിങ് ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഹീറ്റ് സിങ് പേസ്റ്റ് ആദ്യം ഞാൻ കുറച്ച് ഇടുകയാണ്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഹീറ്റ് സിങ് തിരിച്ച്
സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹീറ്റ്സിങ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 by 1 ആയിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഈ ഒരു സൈഡ് ഇത്രയും നല്ല അടുപ്പിച്ചാണ് ഇതിൻ്റെ ലെഗുകളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സോൾഡർ ബ്രിഡ്ജ് ഉണ്ടാവാതെ, തമ്മിൽ ഷോർട്ട് ആവാതെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ തമ്മിൽ സോൾഡർ ബ്രിഡ്ജ് ഒന്നും ഉണ്ടാവാതെ ഇത് കറക്റ്റായിട്ട് സോൾഡർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇനി നമുക്കിത് കണക്ഷനൊക്കെ കൊടുത്ത് ഇതൊന്ന് പവർ ഓണാക്കി നമുക്ക് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതോ ആ സെയിം പ്രോബ്ലം തന്നെ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നോക്കാം. ഞാനിപ്പോൾ കംപ്രസറിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇവിടെ പവറിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ LED കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കംപ്രസർ ഓട്ടിക്കാനുള്ള, അപ്പോൾ കംപ്രസർ ഓൺ ആക്കാനുള്ള എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓണായി. ഇപ്പോൾ ഔട്ട്ഡോറിൽ LED നോർമലായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടെ പവർ ഈ ഇൻഡോറിലെ സ്വിച്ച് അടിച്ച് പവർ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്രസർ എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്യണം. എറർ ഒന്നും തന്നെ ഇല്ല. കറക്റ്റായിട്ട് കംപ്രസർ കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഫ്രീ ലോഡാണ് ഈ കംപ്രസർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലോഡ് കൊടുത്തും ഇത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു P4 എറർ ഇപ്പോൾ IPM-ൻ്റെ മാത്രം കംപ്ലൈൻറ്റ് ആയിട്ട് എല്ലാ ബോർഡിലും ഈ P4 എറർ IPM-ന് മാത്രമായിട്ട് വരത്തില്ല. ഓക്കെ, പിന്നെ IPM-ൽ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും P4 എറർ വരും. പിന്നെ വരുന്നത് ഇതിൻ്റെ കമ്പറേറ്റർ IC, ഫീഡ്ബാക്ക് സെക്ഷൻ, ഇതെല്ലാം കംപ്ലൈൻ്റ് ആയാലും P4 എറർ വരും. ഞാൻ ആ ഒരു സെക്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. പക്ഷേ അതെല്ലാം നോർമലാണ്, ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇത് IPM-ലോട്ട് ആ ഒരു സംശയം പോയത്. പക്ഷേ ആ സംശയം കറക്റ്റായിരുന്നു. നമ്മുടെ IPM മാറിയിട്ടപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.